ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തയിലേക്കാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഒറ്റുകൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ. അതായത് രവീന്ദ്രകുമാർ, വികാസ് കുമാർ, ദീപരാജ് ചന്ദ്ര ഇന്ത്യൻ ആയുധപ്പുരയിലും പാക് ചാരന്മാരോ. ഒരാഴ്ചക്കിടെ പിടിയിലായത് 3 ഹൈടെക് ചാരന്മാർ. ഇവരാരും മുസ്ലിങ്ങളല്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധു യുവാവ് സംഘപരിവാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി. യുവാവ് മലയാളിയാണ്. മരിച്ചത് വയനാട് പുതുപ്പള്ളി സ്വദേശി അഷ്റഫ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിച്ചു എന്നാണ് ആരോപിച്ചുകൊണ്ടാണ് ഈ സാധു യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊന്നതെന്നുള്ള വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പുലിവാലൊക്കെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുല്ലും നടന്നിട്ടില്ല എന്നുള്ള. എന്നാൽ ഏതെങ്കിലും ഒരു സംഘി തീവ്രവാദിയെ ആരെങ്കിലും എവിടെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ഒട്ടന്നെ അത് പ്രശ്നമാവും. പിന്നെ ഹർത്താൽ, ബന്ദ്, മറ്റത് മറിച്ചത്, തേങ്ങാക്കൊല, മണ്ണാങ്കട്ട, അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ നാട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മംഗളൂരുവിൽ തന്നെ ബജ്രംഗദൾ നേതാവ് വെട്ടേറ്റ് മരിച്ചു. കൊല്ലപ്പെട്ടത് നിരവധി കൊലപാതക കേസുകളിലെ പ്രതി കൂടിയായിട്ടുള്ള സുഹാസ് ഷെട്ടിയാണ് മരണപ്പെട്ടത്. ഈ സുഹാസ് ഷെട്ടി എന്ന് പറയുന്നത് തീവ്ര ഹിന്ദു ആശയം ഉൾക്കൊണ്ട് നടക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ്. ഇവന് വെട്ടിക്കൊന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബ വഴക്കിന്റെ പേരിലാണെന്നൊക്കെ ഉള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെടിയേറ്റ് മരിച്ച ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ അറസ്റ്റിൽ. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാറാണ് അറസ്റ്റിലായത്. ഗൂഢാചരണ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മിനി നമ്പ്യാർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ലസിത പാലക്കൽ അമ്മായില്ലേ, അമ്മായിയുമായിട്ട് ഒരുപാട് റീലൊക്കെ ചെയ്ത് തകർത്തിട്ടുള്ള ഒരു പീസാണ്. സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലാൻ കൂട്ടു നിന്ന് കൊടുത്തത് ഇവളൊരു ഒന്നാം തര സംഖ്യയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ നീളുന്നു സംഖ്യകളുടെ ഓരോ കണക്കുകൾ. അതായത് രാജ്യത്തിൻ്റെ സ്വയം സേവകരെന്ന് വിശേഷിപ്പിക്കുന്ന ഇതുപോലുള്ള ചില നാറികൾ ഈ രാജ്യത്തെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഒറ്റുകൊടുത്തിട്ടുള്ള കണക്കുകൾ ഒന്നും രണ്ടൊന്നും അല്ല. ഈ ഒരു വർഷം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പേരെയാണ്. അതായത് കാശ്മീരിലെ തീവ്രവാദികൾക്ക് ആയുധം എത്തിച്ചു കൊടുത്തവരെ ഈ പറയുന്ന ഹിന്ദുത്വവാദി തീവ്രവാദ സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷ ഇവരുടെ കയ്യിൽ ഭദ്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ പെഹൽഗാമിൽ 29 സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് ഇന്ന് നമ്മുടെ രാജ്യം അടിക്കും എന്ന് പറയുന്നതല്ലാതെ എന്തുകൊണ്ടാണ് അടിക്കാതെ? കയറി അങ്ങോട്ട് അടിച്ചൊതുക്കണം. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാനെതിരെ ഒരു വാക്ക് പോലും ഈ നിമിഷം പോലും പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ നുഴഞ്ഞു കയറിയ ഈ തീവ്രവാദികളെ എന്തുകൊണ്ടാണ് പിടിക്കാൻ പറ്റാതായി പോയത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാശ്മീർ എന്ന് പറയുന്ന താഴ്വരയിൽ. അപ്പൊ അവിടെയൊക്കെ വിന്യസിച്ചിരുന്ന പട്ടാളക്കാർ എങ്ങോട്ട് പോയി? ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ്. ഈ ലസിത അമ്മായിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? പോവാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ചെറിയൊരു സംശയം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? ഇനി നിങ്ങൾ എന്നെ തീവ്രവാദിയോ അല്ലെങ്കിൽ വർഗീയവാദിയോ ഒന്നും ആക്കരുത്. എന്റെ മനസ്സിലുള്ള ചെറിയൊരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ചോദിച്ചോട്ടെ? ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പഹൽഗാവില് ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തില് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് കർണാടകയും ഗുജറാത്തും ആന്ധ്രാപ്രദേശും ഒക്കെ 10 ലക്ഷം രൂപ അവിടെയുള്ള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്കും അവിടെയുള്ള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ബോഡി ഏറ്റുവാങ്ങാൻ അവിടെയുള്ള മുഖ്യമന്ത്രി എത്തിയിട്ടുമുണ്ട്. അല്ലെ സുഹൃത്തുക്കളെ? അതെ, മുഖ്യമന്ത്രി നേരിട്ടെത്തി. അത് നിങ്ങൾ ചാനലിലൊക്കെ കണ്ടിരുന്നല്ലോ അല്ലെ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. കേരളത്തിലെ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, രാമചന്ദ്രൻ എന്ന് പറയുന്നത്. കേരളത്തിലെ പിണറായി വിജയൻ ഈ കൊല്ലപ്പെട്ട മലയാളി കുടുംബത്തിന് ഒരു കൊട്ടത്തേങ്ങെങ്കിലും കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഈ ഒരു കാര്യം? അതും പോട്ടെ, ഒരു മലയാളി കൊല്ലപ്പെട്ടിട്ട് വിജയന്റെ സർക്കാർ ഈ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുത്തോ കൊടുത്തോ? നിങ്ങൾക്ക് അതറിയാവോ? എന്റെ ചെറിയൊരു സംശയമാണ്. ഇനി അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതിന് മറുപടി പറയുക. ഇതൊരു മുസ്ലിം ആണെങ്കിലോ ഓടിച്ചെല്ലും. എന്താണെന്നറിയാവോ? വോട്ട് ബാങ്ക് ലക്ഷ്യം. ഇതാണ് രണ്ടാൾക്കാരുടെയും വോട്ട് ബാങ്ക് ലക്ഷ്യം എന്ന് പറയാൻ കാരണം. ഇതിനെന്നെ നിങ്ങൾ വർഗീയവാദി ആക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം.
ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് വൃത്തിയായിട്ട് കമന്റ് ഇടാം. കാരണം ഈ 28 ഹിന്ദുക്കളാണ് അവിടെ വെടിയേറ്റ് മരിച്ചു വീണത്. തീവ്രവാദി എല്ലാരും ചോദിക്കുന്നുണ്ട്, തീവ്രവാദികൾക്ക് മതമില്ല. അതേ, തീവ്രവാദത്തിന് മതമില്ലെങ്കിലും തീവ്രവാദികൾക്ക് മതമുണ്ട്. അതെല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ, അല്ലേ? ഉണ്ടോ? ഇല്ല, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏത് തീവ്രവാദിയാണെങ്കിലും അവന്റെ മതമാണ് അവര് ചോദിച്ചത്. അവൻ RSS ആണോ അല്ലെ കോൺഗ്രസ് ആണോ CPM ആണോ എന്നല്ല അവര് ചോദിച്ചത്. അവര് ചോദിച്ചത് നിന്റെ മതം ഏതാണ്, നിനക്ക് കലിമ ചൊല്ലാൻ അറിയാവോ, നിന്റെ പേന്റ് അഴിക്കോ, ഇതൊക്കെയാണ് അവരോട് ചോദിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഭീകരവാദിക്ക് മതമുണ്ട് എന്ന് പറയാൻ കാരണം ഇതാണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്റെ ചോദ്യങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങൾ മറുപടി പറയൂ. മറുപടി പറഞ്ഞ് ചീത്ത പറയാൻ നിൽക്കണ്ട, ഇതിനുള്ള മറുപടിയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലക്കൽ കുണുവാവ അമ്മായിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് മറുപടികൾ വേണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെഹൽഗാമിൽ മരണപ്പെട്ടുപോയിട്ടുള്ള ഒരു മലയാളി, ആ മലയാളിയുടെ ശവസംസ്കാരത്തിന് നമ്മുടെ സർക്കാർ ആരെങ്കിലും പോയോ, പിണറായി വിജയൻ പോയോ എന്നൊക്കെയാണ് അമ്മായിയുടെ ഒരു ഡൗട്ട്. പക്ഷെ അവിടെ സകലമാന സംഖ്യകളെയും നമ്മൾ കണ്ടിരുന്നു, അല്ലേ? അവിടെ വന്ന് ആ ശവസംസ്കാരത്തിന് പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി വരെ ആ ശവസംസ്കാരത്തിന് പങ്കെടുത്തതായി നമ്മൾ കണ്ടു. CPM-ന്റെ പല നേതാക്കന്മാരും അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മായി ഇന്നലെ 2 ദിവസത്തേക്ക് മുമ്പ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ, അതായത് ബജ്രംഗ ദളിന്റെയും RSSന്റെയും കൊടിയ തീവ്രവാദികൾ ആക്രി പിറക്കി നടക്കുന്ന ഒരു സാധു യുവാവ്, മലയാളിയായിട്ടുള്ള ഈ യുവാവിന്, എനിക്ക് തോന്നുന്നു നിന്റെ ജില്ലക്കാരനാണെന്ന് തോന്നും, ആ സാധു യുവാവിനെ കൂട്ടം കൂടി 20 പേര് തല്ലിക്കൊന്നില്ലേ? ആ പയ്യന്റെ ശവസംസ്കാരവും നടന്നിരുന്നു. അവിടെയും ഇത് കണക്ക് ആരെയും നമ്മളൊന്നും കണ്ടില്ല. അതിനെക്കുറിച്ചിട്ട് നിന്റെ ഒരു വീഡിയോയും കണ്ടില്ല. എന്താണെങ്കിലും അമ്മായിയുടെ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് മറ്റേ ഭർത്താവിനെ കൊന്ന കേസിൽ അമ്മായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവള് ഭയങ്കര സംഭവമാണ്, ഇവള് മറ്റതാണ്, ആനയാണ്, തേങ്ങയാന്നൊക്കെയാണ് ഇവള് പറഞ്ഞതൊന്ന് കണ്ടു നോക്കിയോളൂ. ആഹാ 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 പുലരിച്ചൂടി മണലിൽ ഇണക്കിളി നീ കണ്ടല്ലോ അല്ലെ? ഇതാണ് അമ്മായി. അപ്പൊ അമ്മായി കൊലയാളികളൊക്കെ ആയിട്ടൊക്കെ നിന്നിട്ട്, അല്ലെങ്കിൽ കൊലപാതകത്തിനൊക്കെ സ്വന്തം ഭർത്താവിനെയൊക്കെ കൊല്ലുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കൂടെ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ അമ്മായി പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് അമ്മായിക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയാനായിട്ടുള്ള ഒരു യോഗ്യതയില്ല. നിനക്ക് മറുപടി തരാൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാർ, ഇതുപോലത്തെ തെമ്മാടിത്തരവും തെണ്ടിത്തരവും ഒക്കെ പറഞ്ഞു വരുന്ന നിന്നെപ്പോലുള്ള ആൾക്കാർക്ക് മറുപടി തന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് എൻ്റെ അമ്മായി ഉള്ളതും മേടിച്ച് വീട്ടിൽ പോയി ഇരിക്കുക. അത് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കും എന്ന് എനിക്കറിയാം. അപ്പം അത്തരത്തിലുള്ള മറുപടികൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക.